ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഈ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാൻ എടുത്ത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മാഗി നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം കുരുമുളക് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ചിക്കി എടുക്കണം. അപ്പോൾ ചിക്കി എടുത്തതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിന് ശേഷം നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അത് നമ്മളുടെ ഫ്ലേവർ മാറുന്ന ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കാം. അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സവാളയുടെ ഒരു പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടി നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ തക്കാളിയും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് ക്യാപ്സിക്കമാണ് ഞാൻ അടുത്ത് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ അത് ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മസാലകളൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ആഡ് ചെയ്യുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക്, എന്നിട്ട് പിന്നെയും നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം. ഓക്കെ, ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാഗി വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, ആവശ്യത്തിന് എത്ര മാഗിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാഗി മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മാഗി മസാല കിട്ടുമല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനതാണ് അടുത്ത ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം തിളച്ച് വരും. ഈ മാഗി മസാലയൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ മാഗി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കൂട്ടൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയതിന് ശേഷം ഇങ്ങനെയാണ് വന്നത്. ഒരു അല്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്.